ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സൂപ്പാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പ്, വെജിറ്റബിൾ എഗ് സൂപ്പ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അല്പം കാബേജ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള, 4 ബീൻസ്. ഇതെല്ലാം വളരെ ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അല്പം കോണാണ്. വെജിറ്റബിൾ എഗ് സൂപ്പാണല്ലോ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 2 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തെല്ലാം വെജിറ്റബിൾ അവൈലബിൾ ആണോ അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. മഷ്റൂം, കോളിഫ്ലവർ, സ്പ്രിംഗ് ഓണിയന്, ഗ്രീൻ പീസ്, ഇങ്ങനെയുള്ള ഏത് വെജിറ്റബിൾ ആണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്നത് എന്താണോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് അല്പം ഇഞ്ചിയും നല്ല പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിനാവശ്യമായ ഉപ്പ്, 1 സ്പൂൺ കോൺഫ്ലവർ, അല്പം വിനിഗറും സോയാ സോസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി വെജിറ്റബിൾ എഗ് സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സൂപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ബട്ടർ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയില്ലേ അതൊന്ന് ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ചുവന്ന് മാറുന്നവരെ ചെറുതായിട്ട് മൂപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായി മൂത്ത് വരട്ടെ. സവോള ഒന്ന് ചെറുതായി വാട്ടി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ് എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് വാട്ടിയെടുത്താൽ മതി. ഇത് ഓവർ കുക്ക് ചെയ്യൊന്നും വേണ്ട. ചെറുതായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് വാടി കഴിയുമ്പം അതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് സൂപ്പ് റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾസ് ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളമാണ് ചേർക്കുന്നത്. സാധാരണ എല്ലാവരും വെജിറ്റബിൾ സ്റ്റോക്കൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഞാനിവിടെ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ആ വെള്ളം ഇതിനകത്തേക്ക് ഇതുപോലെയുള്ള ഒരു കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 240 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ്. അതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഈ കുരുമുളകിൻ്റെയൊക്കെ അളവ് നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാനിപ്പോൾ ഇവിടെ 3 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഈ സൂപ്പ് തയ്യാറാക്കുന്നത്. ഇനി ഇതിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിളും വെള്ളമൊക്കെ ചേർത്തിട്ട് അളവ് കൂട്ടാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, വെജിറ്റബിൾ ഓവർ കുക്കായി പോകരുത്. നമ്മളിങ്ങനെ സൂപ്പ് കുടിക്കുന്ന സമയത്ത് ഇതൊന്ന് അരിച്ച് മാറ്റിയിട്ടൊന്നും അല്ല, ഇതുപോലെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതായിരിക്കും. ആ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് സൂപ്പ് റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിരുന്നു. അതല്പം വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതൊന്നും കൂടെ തിളപ്പിക്കുക. കോൺഫ്ലവർ ഈ വെജിറ്റബിളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് അടുത്തായി ചേർക്കേണ്ടത് നമ്മൾ 2 മുട്ട എടുത്ത് വെച്ചിരുന്നല്ലോ, അതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പാൽപ്പമായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പിൻ്റെ അളവൊക്കെ നോക്കണം, പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് അല്പം വിനിഗറും സോയാ സോസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൽ നിന്നൊരു അല്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ അല്പം ഇതിലേക്ക് ചേർക്കുക. ഇതിന് പകരം നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് കഴിയുമ്പോഴത്തേന് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തി എഗ് വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡിയായി. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.